നല്ല മലബാർ സ്റ്റൈൽ ഇറച്ചിച്ചോറും മദ്രാസ് 65 ഫ്രൈഡ് പീസും മദ്രാസ് 65 നോർമലും പിന്നെ നല്ല ഷവായ് മന്തിയും പിന്നെ നോർമൽ മന്തി അൽഫാമും നല്ല പെരി പെരി അൽഫാം മന്തിയൊക്കെ കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നല്ല മലബാർ സ്റ്റൈൽ ഇറച്ചിച്ചോറിൽ അങ്ങ് തുടങ്ങി. നല്ല ഫ്രൈഡ് പീസ് 3 പീസ് ചിക്കനും മുട്ടയും വരുന്ന ഒരു കിടിലൻ മദ്രാസ് 65 ബിരിയാണിയാണ് ഗൈസ് ഇത്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും ഏറ്റവും മസ്റ്റ് ട്രൈ സാധനം എന്ന് പറയുന്നത് ഈ ഒരു മദ്രാസ് 65 ബിരിയാണിയാണ്. കാരണം ഫ്രൈഡ് പീസ് ചിക്കനൊക്കെ വന്നപ്പോൾ കിടിലൻ സാധനമായി. അടുത്തത് നോർമൽ മദ്രാസ് 65 ബിരിയാണിയാണ്. ഈ രണ്ട് മദ്രാസ് ബിരിയാണിയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പൊളി എന്ന് പറയാനായിട്ടുള്ളത് ആ ഫ്രൈഡ് പീസുള്ള മദ്രാസ് 65 ബിരിയാണിയാണ്. കാരണം നല്ല സ്പൈസി ആൻഡ് കിഡിലൻ ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസും പൊളി സാധനം. നെക്സ്റ്റ് ഷവായ് മന്തി. ഇതിന്റെ കൂടെ ഡേറ്റ്സ് പിക്കിളും മയോയും സലാഡും ഒക്കെ കിട്ടും. ഇതിന്റെ കൂടെ കിട്ടുന്ന മയോ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ കോമ്പിനേഷൻ ഫീൽ ചെയ്യുന്നത്. പൊളി സാധനം വരും. നെക്സ്റ്റ് അൽഫാം മന്തിയാണ്. നല്ല കിഡിലൻ സ്പൈസി ആയിട്ടുള്ള കിഡിലൻ അൽഫാം എന്ന് തന്നെ പറയാം. പൊളി കോമ്പിനേഷൻ ആയിരുന്നു ഇതിന്റെ കൂടെ. നമ്മൾ ട്രൈ ചെയ്തെല്ലാം കോട്ടറായിരുന്നു, അതുകൊണ്ട് നല്ല ഫീൽ ചെയ്ത് കഴിക്കാൻ പറ്റും. പിന്നെ പെരി പെരി അൽഫാം മന്തി. ഇതാണ് സാധനം. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കിഡിലൻ ലെവൽ സാധനം എന്ന് തന്നെ പറയാം. ഇതെല്ലാം കഴിച്ച് തൊണ്ടേ കുരുങ്ങായിരിക്കാൻ 3 മൊഹിത്തോയും കൂടി ട്രൈ ചെയ്ത്. മാംഗോ മൊഹിത്തോ, ഗ്രീൻ ആപ്പിൾ മൊഹിത്തോ, മിന്റ് ലൈം മൊഹിത്തോ. ഇതിലും ഒരു മസ്റ്റ് ട്രൈ വെറൈറ്റി മൊഹിത്തോ ആണ് നമ്മുടെ മാംഗോ മൊഹിത്തോ. കാരണം വേറൊരു ലെവൽ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ അതും കൂടി നോട്ട് ചെയ്തോ. ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നേ പോയി സീറ്റ് പിടിച്ചില്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ നിന്ന് ഇരുന്ന് കഴിക്കുന്നവരിൽ ആരെങ്കിലും എണീക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നാണ് ഒരുപാട് പേരും കഴിക്കുന്നത്. അപ്പൊ സ്പോട്ട് മറക്കണ്ട, വേഗം വിട്ടോ. പാളയം കല്യാൺ സിൽസിന്റെ ഓപ്പോസിറ്റുള്ള ടീ ആൻഡ് കോയിലാണ്. സ്റ്റേ ഫോളോ സാൻഫുഡീസ് TV.